ദുബായിൽ എല്ലായിടത്തും ഈ ഒരു ഇമേജ് കാണുന്നില്ലേ? ഈ ഇമേജിലുള്ള ആരാന്നറിയോ? ഇതാണ് ഹെർ ഹൈനസ് ഷെയ്ഖ ഹിന്ദ്, നമ്മുടെ ദുബായിയുടെ റൂളർ ഇല്ലേ, ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. അദ്ദേഹത്തിന്റെ വൈഫാണ് ഷെയ്ഖ ഹിന്ദ്. അതിനു പുറമെ നമ്മുടെ ഒക്കെ പ്രിയങ്കരനായിട്ടുള്ള ഫസ ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഉമ്മയും കൂടിയാണ് ഷെയ്ഖ ഹിന്ദ്. എന്തിനാണ് ഇവർക്ക് താങ്ക്സ് പറഞ്ഞിട്ടുള്ള ബോർഡ് ഇപ്പം ദുബായിൽ വെച്ചതെന്നല്ലേ? അതിന്റെ പ്രധാന കാരണം 2006 ജനുവരി 4 തീയതിയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായിയുടെ റൂളർ ആയിട്ട് വരുന്നത്. അതിനുശേഷം ഇന്ന് വരെയുള്ള ദുബായ് നമുക്കറിയാലോ, റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, ടൂറിസം ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ജോബ് ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, ദുബായ് നമ്പർ 1 ആണ്. ഇതിന്റെ മെയിൻ റീസൺ ഷെയ്ഖ് മുഹമ്മദ് തന്നെയാണ്. പക്ഷെ ഷെയ്ഖ് മുഹമ്മദിന് എല്ലാ സപ്പോർട്ടും കട്ടക്ക് കൊടുത്ത ആരാണ്? ഷെയ്ഖ ഹിന്ദ് ആണ്. ഷെയ്ഖ് മുഹമ്മദ് ഷെയ്ഖ ഹിന്ദിനെ കുറിച്ച് പറഞ്ഞ വരികൾ എന്താണെന്നറിയോ? എന്റെ കഥയുടെ തുടക്കവും അതിൽ ഏറ്റവും പ്രിയപ്പെട്ട അധ്യായവും നിങ്ങളാണ് ദുബായിയുടെ ആത്മാവ്, അതിന്റെ ഹൃദയമിടിപ്പ്, സന്തോഷത്തിന്റെ ഉറവിടം. അതെ, ഷെയ്ഖ ഹിന്ദ് കൊടുത്ത ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദിന് ദുബായ് ഇന്ന് കാണുന്ന ദുബായ് ആക്കി മാറ്റാൻ കഴിഞ്ഞത്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത്, ലോകത്തിന്റെ വിശപ്പ് മാറ്റാൻ ഒത്തിരി പ്രവർത്തനങ്ങൾ ഷെയ്ഖ ഹിന്ദ് ചെയ്യുന്നുണ്ട്. നമ്മുടെ 1 ബില്യൺ മീൽ എന്ന് പറഞ്ഞുള്ള ക്യാമ്പയിൻ ഇല്ലേ, അതിനെ ചുക്കാൻ പിടിച്ചത് ഷെയ്ഖ ഹിന്ദ് ആണ്. ഇതിനു പുറമെ ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങളും ഷെയ്ഖ ഹിന്ദ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ കൂടിയുള്ള ഒരു നന്ദിയാണ് ജനുവരിയിലെ ഈ ക്യാമ്പയിൻ. എല്ലാ വർഷവും ജനുവരി 4 തീയതി ദുബായിയുടെ ഭരണാധികാരിയായി ഷെയ്ഖ് മുഹമ്മദ് വന്നതിന്റെ ഒരു ആനിവേഴ്സറി ഉണ്ട്. ഈ വർഷത്തെ ആനിവേഴ്സറി ഷെയ്ഖ ഹിന്ദിനാണ് ഷെയ്ഖ് മുഹമ്മദ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും ഷെയ്ഖ ഹിന്ദിനോട് ഒരു താങ്ക്സ് പറയാം. താങ്ക്സ്